തിരുവനന്തപുരം കല്ലമ്പലത്ത് മോഷണ പരമ്പര തുടരുന്നു. കല്ലമ്പലം ചേന്നൻകോട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി പൊട്ടിച്ച് പണം കവർന്നെടുത്തത് ഇത് 3ാം തവണയാണ്. നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെയാണ് തസ്കര വീരന്മാരുടെ മോഷണ പരമ്പര തുടരുന്നത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി രാത്രി 2 മണിയോടുകൂടിയാണ് കള്ളൻ ക്ഷേത്ര കോമ്പൗണ്ടിൽ കടക്കുന്നത്. നാലമ്പലത്തിനുള്ളിലെ മേൽക്കൂരയിലെ ഇരുമ്പ് കമ്പികൾ അറുത്തുമാറ്റി കയറിൽ തൂങ്ങിയിറങ്ങിയാണ് ക്ഷേത്രത്തിനുള്ളിൽ കള്ളനെത്തിയത്. അതിനുശേഷം സ്റ്റൂളിൽ കയറി നിന്ന് തൂങ്ങിയിറങ്ങിയ കയർ അഴിച്ചുമാറ്റുകയും ചെയ്തു. പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടതിനു ശേഷം വലിയ സോപാനം കാണിക്കവഞ്ചി വലിച്ചു നീക്കിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ വെളിയിലെത്തിച്ചു. കാണിക്കവഞ്ചിയുടെ പൂട്ട് അടിച്ചു തകർത്ത് വലിയ തോതിലുണ്ടായിരുന്ന പണം കൈക്കലാക്കി. ഏകദേശം 20,000-ലധികം രൂപയുണ്ടാകുമെന്നാണ് ക്ഷേത്രം ജീവനക്കാർ പറയുന്നത്. 20-ാം തീയതി വെളുപ്പിന് 2 മണിയൊക്കെയാണ് ഈ മോഷണം നടക്കുന്നത്. കഴകം 5:45 എത്തിയും കഴകമാണ് ഇത് ആദ്യം കാണുന്നത്. അതിനുശേഷം പോറ്റി വിളിച്ച് നമ്മളെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരും വന്ന് കമ്മിറ്റികളും എല്ലാവരും വന്നിട്ട് നമ്മൾ CCTV ഉണ്ട്, അത് പരിശോധിച്ചപ്പോഴത്തേക്ക് അകത്തെ ആളെ ഇറങ്ങിയിട്ട് വഞ്ചി വെളിയിലോട്ട് കൊണ്ടുപോയി പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഈ വർഷം ഈ മോഷണം നടക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി 6ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണക്കിലെടുത്ത് മുഖം തോർത്തുകൊണ്ട് മറച്ചാണ് കള്ളൻ ക്ഷേത്ര പരിസരത്ത് എത്തിയതും കവർച്ച നടത്തിയതും. 3 തവണയും മോഷണം നടത്തിയതും ഒരേ ആളാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ സംശയിക്കുന്നുണ്ട്. വെളുപ്പിന് ക്ഷേത്രം കഴകം ജീവനക്കാരിയായ ബേബി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കാണിക്കവഞ്ചി പുറത്തു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനൊരു 5:45 ഇവിടെ വന്ന് പൂവും കൊണ്ട് വെച്ചിട്ട് അമ്പലത്തിനൊരു വലത്തിട്ട് ആ 16 വർഷത്ത് നിന്നപ്പോഴത്തേക്ക് വഞ്ചി അവിടെ ഇരിക്കുന്നത് ഞാൻ പേടിച്ചു. എന്നിട്ട് തിരിച്ച് ഇതിലൂടെ വന്നു. അപ്പോൾ പോയിട്ട് ഇനി എത്തിയില്ല, മേലിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ഞാൻ ചെന്ന് അവിടെ നിന്നൊരു ഫോൺ വാങ്ങിച്ച് സബ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു പറഞ്ഞ് പോയിട്ട് ഇവിടെ വന്നു. ഞാൻ ഒന്നുകൂടെ നോക്കി, പിന്നെ കമ്മിറ്റി അറിയിച്ച് അവരൊക്കെ വന്നു, പോലീസ് വന്നു, അന്ന് പൂജ ചെയ്ത് വീട്ടായിരുന്നു. മോഷണ വിവരമറിഞ്ഞ് കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി. വൈകുന്നേരത്തോടുകൂടി പോലീസിന്റെ സയന്റിഫിക് വിഭാഗവും ബെല്ലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ കല്ലമ്പലം പോലീസ് കേസെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നാവായിക്കുളം സബ് ഡിവിഷന്റെ കീഴിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ഷേത്രമാണിത്. സബ് ഡിവിഷന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ എത്തി കാണിക്കവഞ്ചി തുറന്ന് പണം ശേഖരിക്കുന്ന ദിവസവും സമയവും ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്താറുണ്ട്. അത് മനസ്സിലാക്കിയാണ് കാണിക്കവഞ്ചി തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് കള്ളൻ ഇവിടെ 3ാം തവണയും മോഷണം നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വർഷം തന്നെ ഇതിനു മുമ്പ് 2 തവണ മോഷണം നടന്നപ്പോഴും കല്ലമ്പലം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു പോയതല്ലാതെ മോഷ്ടാവിനെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ല എന്നും ക്ഷേത്രം ജീവനക്കാർ ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.